ഇന്ന് ഞാൻ കാണിക്കുന്നത് നെല്ലിക്ക കൊണ്ട്. നെല്ലിക്ക വർഷങ്ങളോളം നമുക്ക് നല്ലതായിട്ട് നല്ല ഉപ്പും മുളകും ഒക്കെ പിടിച്ച് നന്നായിട്ട് 1/2 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അതിന് 1/2 കിലോയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം നല്ലവണ്ണം വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 കിലോ നെല്ലിക്കയ്ക്ക് 3 ടേബിൾ സ്പൂൺ ഉപ്പിടാം. 2 ടേബിൾ സ്പൂൺ ഇട്ടു. രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ഇടാം. 3 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ നല്ലവണ്ണം വെട്ടിത്തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് അതിൻ്റെ പത വറ്റുമ്പോഴത്തേക്ക് ഉടനെ തന്നെ ഇത് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ട് ഇടാം. ആയിട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ തന്നെ ഇരിക്കേണ്ട, അടയ്ക്കൊന്നും വേണ്ട. ഇത് തുറന്ന് തന്നെ വെച്ചേക്കിട്ട് ഇത് നല്ലവണ്ണം തണുക്കണം. നെല്ലിക്കയെല്ലാം നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. വെള്ളം നല്ലപോലെ തണുക്കണം. നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉണങ്ങിയ ഒരു ബോട്ടിൽ എടുക്കുക. ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കുക. പ്ലാസ്റ്റിക്കിൽ ഒരിക്കലും അച്ചാറിടരുത്. ഇത് നമുക്ക് ഒഴിക്കാം. എന്നിട്ട് ഈ ഉണങ്ങിയ തവി കൊണ്ട് തന്നെ നെല്ലിക്ക ഇട്ട് കൊടുക്കുക. കണ്ടോ, നെല്ലിക്ക ഇങ്ങനെ. ഇതിവിടെ കാച്ച നെല്ലിക്കയാണ്. പറിച്ചപ്പോൾ കുറച്ചൊക്കെ ചതഞ്ഞു പോയി. അതാണ് ഇവിടെ കാച്ചതാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു 7 പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളകുണ്ടെങ്കിൽ കാന്താരി ഇട്ട് കൊടുക്കാവുന്നതാണ്. പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ ഇടാം. തണുത്തതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. തണുത്തതിന് ശേഷം മാത്രമേ ഇതുപോലെ ജാറിലോട്ട് ഒഴിക്കാവൂ. ഇനി 2 ടേബിൾ സ്പൂൺ നിറയെ വിനാഗിരിയാണ് ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു. 2 ടേബിൾ സ്പൂൺ. കണ്ടോ, അടിപൊളിയാണ് ഇത്. ഒരു 5 ദിവസം കഴിയുമ്പോൾ എടുത്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ് ഈ നെല്ലിക്ക അച്ചാർ. നെല്ലിക്ക ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം. പച്ച നെല്ലിക്ക നമുക്ക് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പച്ച നെല്ലിക്ക ഒരു കമർപ്പ് ഒരു ഇതായിരിക്കും. അത് കാരണം ഇത് കൊടുത്താൽ കുഞ്ഞുങ്ങളും എല്ലാം കഴിക്കുന്നതാണ്. ഇനി അടുത്തൊരു റെസിപ്പിയായി വരാം. ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാലും നമുക്ക് കഴിക്കാവുന്നതാണ്. ഉപ്പും മുളകും ഒക്കെ പിടിക്കുന്നതാണെങ്കിലും ഒരു 5 ദിവസം കഴിയുമ്പോൾ എടുത്ത് കഴിക്കാവുന്നതാണ്. ഇത് 1 വർഷം വരെ കൂടുതലും ഇരിക്കുന്നതാണ്. ഇതുപോലെ ഒരുപാട് നെല്ലിക്ക കിട്ടുമ്പോൾ വലിയ ഭരണികളിലോ വലിയ ജാറുകളിലോ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചാൽ കേടാകുകയില്ല. വിനാഗിരിയും കൂടെ ഒഴിച്ച് വെച്ചിരുന്ന. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത് ഉടനെ തന്നെ നിങ്ങൾ നെല്ലിക്ക വാങ്ങി ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്തൊരു റെസിപ്പിയുമായി വരാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.